കേൾക്കുന്നുണ്ടോ? ഓക്കെ, നമുക്കിനി ഡിവിഡൻഡ് ഡിസിഷനാണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനായിട്ടുള്ള ഒരു പോർഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ. എന്താ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? നമുക്കറിയാം പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ അല്ലേ? നമുക്കറിയാം ഷെയർ ഹോൾഡറിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റിൽ നിന്നും ഒരു പോർഷൻ നമ്മൾ ഷെയർ ഹോൾഡറിന് കൊടുക്കണം. അതിനെയാണല്ലോ ഡിവിഡൻഡ് എന്ന് പറയുക അല്ലേ? വാട്ട് ഈസ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എ ഫേം ഏണിംഗ് ബിലോങ്ങിങ് ടു ഇറ്റ് ഷെയർ ഹോൾഡർ. ഒരു സ്ഥാപനം ഏൺ ചെയ്യുന്നത് ആർക്കുള്ളതാണ്? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ് അല്ലേ? ഹൗവർ യൂഷ്വലി ദ എൻറ്റയർ ഏണിങ്സ് വിൽ നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡർ. എന്നിരുന്നാലും നമ്മുടെ കമ്പനിയുടെ എല്ലാ പ്രോഫിറ്റും അല്ലെങ്കിൽ എല്ലാ ഏണിങ്സും ഷെയർ ഹോൾഡറിന് കൊടുക്കുമോ നമ്മൾ? ഇല്ലല്ലോ. ദ മാനേജ്മെൻറ്റ് ഹാസ് ടു ഡിസൈഡ് വാട്ട് പോർഷൻ ഓഫ് ഏണിംഗ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം? തീരുമാനിക്കണം കിട്ടിയ ലാഭത്തിൽ എത്ര രൂപ ഷെയർ ഹോൾഡറിന് കൊടുക്കണം. അങ്ങനെ തീരുമാനിക്കുന്ന ആ ഡിസിഷനെയാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുക. ക്ലിയർ ആണോ? യെസ്. വാട്ട് ഈസ് ഡിവിഡൻഡ്? എന്താ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ? ഡിവിഡൻഡ് മീൻസ് എന്താണ്? എ സം ഓഫ് മണി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ കമ്പനി ടു ഈ ഷെയർ ഹോൾഡർ അല്ലേ? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം ഒരു എമൗണ്ട് ആണ് അല്ലേ? ഒരു പൈസയാണ്. ആർക്ക് കൊടുക്കാനുള്ളത്? എസ് കമ്പനി ഷെയർ ഹോൾഡറിന് കൊടുക്കാനായിട്ടുള്ള ഒരു വിഹിതത്തിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുക. ഈ ഡിവിഡൻഡ് പല ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. ഒന്ന് ക്യാഷ് ഡിവിഡൻഡ്. എന്താ ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ? അത് വളരെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഡിവിഡൻഡാണ് ക്യാഷ് ഡിവിഡൻഡ്. നമ്മൾ ഷെയർ ഹോൾഡറിന് നമ്മൾ ഡിവിഡൻഡ് ക്യാഷ് രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുക. അത് 2 വിധമുണ്ട്. റെഗുലർ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഫൈനൽ ഡിവിഡൻഡ് ഉണ്ട്, ഇൻ്ററിം ഡിവിഡൻഡും ഉണ്ട്. റെഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് ഓഫ് ട്രേഡിംഗ് പീരീഡ് ഇല്ലേ, നമ്മുടെ ഇയർ എൻഡിങ്ങിൽ നമ്മൾ നമ്മുടെ ഷെയർ ഹോൾഡറിന് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിവിഡൻഡാണ് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ്. ഇൻ്ററിം ഡിവിഡൻഡ് അങ്ങനെയല്ല. ഇൻ്ററിം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്? ഇൻ്റർവെൽ അല്ലേ? അതായത് ഇടവേളകളിൽ നമ്മൾ കൊടുക്കില്ലേ ബിറ്റ്വീൻ ടു ജനറൽ മീറ്റിംഗ് കേട്ടോ. ആനുവൽ ജനറൽ മീറ്റിംഗ്, 2 ആനുവൽ ജനറൽ മീറ്റിങ്ങൾക്ക് ഇടയിൽ വെച്ച് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിവിഡൻഡാണ് ഇൻ്ററിം ഡിവിഡൻഡ്. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ ഡിവിഡൻഡ് ക്ലിയർ ആയ എല്ലാവർക്കും? അടുത്ത സ്റ്റോക്ക് ഡിവിഡൻഡ് ആണ്. സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കമ്പനികൾക്കും ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കണമെന്നില്ല. അങ്ങനെ കൊടുത്താൽ ക്യാഷ് കുറയും കമ്പനികളിൽ അല്ലേ? ക്യാഷ് പൊസിഷൻ കുറയും. അപ്പോൾ അതുകൊണ്ട് കമ്പനീസ് നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് ക്യാഷ് ജനറലി പേ ഡിവിഡൻഡ് ഇൻ ദ ഫോം ഓഫ് ഷെയർസ് ബൈ ക്യാപിറ്റലൈസിങ് ദ പാസ്റ്റ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്. സച്ച് ഷെയർസ് ആർ കോൾഡ് ബോണസ് ഷെയർസ്. അതായത് അപ്പോൾ നമ്മുടെ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഷെയറിൻ്റെ രൂപത്തിൽ കൊടുക്കും. മനസ്സിലായോ? അതായത് പണ്ടത്തെ റിസർവ് ആൻഡ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഷെയറിൻ്റെ രൂപത്തിൽ നമ്മൾ കൊടുക്കില്ലേ, അതാണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. അപ്പോൾ ഷെയറിൻ്റെ ഇൻ ദ ഫോം ഓഫ് ഷെയർ ആയിരിക്കും. അതിന് ബോണസ് ഷെയർ എന്ന് പറയും നമ്മൾ. സച്ച് ഷെയർസ് ആർ കോൾഡ് ബോണസ് ഷെയർസ്. നമ്മൾ പഠിച്ചിട്ടില്ലേ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ? ഇതാണ് സ്റ്റോക്ക് ഡിവിഡൻഡ് കേട്ടോ. അടുത്ത സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഉണ്ട്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, 2 മാർക്കിൻ്റെ. പഠിച്ചു വയ്ക്കണേ. In case of company does not have sufficient fund to pay dividend in cash, it may issue transferable promissory note for a shorter maturity period. അതായത് ചിലപ്പോൾ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കമ്പനി ഒരു ട്രാൻസ്ഫറബിൾ പ്രോമിസറി നോട്ടിൻ്റെ രൂപത്തിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അതന്നെ എഴുതണം. ട്രാൻസ്ഫറബിൾ പ്രോമിസറി നോട്ടിൻ്റെ രൂപത്തിൽ ഒരു ഷോർട്ടർ മെച്യൂരിറ്റി പീരീഡിലേക്ക് എന്ത് ചെയ്യും? ഷെയർ ഹോൾഡറിന് ഡിവിഡൻഡ് കൊടുക്കും. അതിനെയാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഐ പ്രോമിസ് ടു പേ, ഞാൻ പൈസ അടയ്ക്കാം അല്ലെങ്കിൽ ഞാൻ ഡിവിഡൻഡ് തരാം എന്ന രീതിയിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ഷോർട്ടർ പീരീഡിലേക്ക് നമ്മൾ കൊടുക്കില്ലേ, അതിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയുക. ക്ലിയർ ആയോ? അടുത്ത ബോണ്ട് ഡിവിഡൻഡ് ഉണ്ട്. ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിബെഞ്ചറിൻ്റെ രൂപത്തിലോ ബോണ്ടിൻ്റെ രൂപത്തിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കും? ഡിവിഡൻഡ് കൊടുക്കും. ഒരു ഫിക്സഡ് റേറ്റിൽ, ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ ലോങ് പീരീഡിലേക്ക് കൊടുക്കുന്ന ഒരു ഡിവിഡൻഡാണ് ബോണ്ട് ഡിവിഡൻഡ്. അടുത്ത പ്രോപ്പർട്ടി ഡിവിഡൻഡ് ഉണ്ട്. സംടൈംസ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് അസറ്റ്. ചില സമയങ്ങളിൽ നമ്മൾ ഡിവിഡൻഡ് അസറ്റിൻ്റെ രൂപത്തിൽ കൊടുത്താൽ അത്തരം ഡിവിഡൻഡ് നമുക്ക് എന്ത് വിളിക്കാം? പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഡിവിഡൻഡുകൾ എല്ലാം ക്ലിയർ ആയോ? എല്ലാവർക്കും ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് പ്രൊസീജിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് പേയ്മെൻ്റ് ആണ്. നമുക്ക് അത് അങ്ങനെ ചോദിക്കാറില്ല. ഡിവിഡൻഡ് ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിവിഡൻഡ് പോളിസി കേട്ടോ. അടുത്തത് എസ്എ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി? ഡിവിഡൻഡ് പോളിസീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 10 മാർക്കിൻ്റെ എസ്സെ ആണ്. വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി എന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് ഒന്ന് സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ഏർണിങ്സ്. ഒന്നാമത്തെ ഇൻറ്റേർണൽ ഫാക്ടർ ഏതാണ്? സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ഏർണിങ്സ്. ഡിവിഡൻഡ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഏർണിങ്സ് ഓഫ് ദ ഫേം
If the earnings are relatively stable, a firm is able to predict what its future earnings will be. Therefore, it can be follow liberal dividend policy. അതായത് ഒരു കമ്പനിയുടെ സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത അല്ലെങ്കിൽ ഏർണിങ്സിൻ്റെ സൈസ് അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? യെസ്, നമുക്കറിയാം ഡിവിഡൻഡ് കൊടുക്കേണ്ടത് അല്ലേ. നമുക്ക് ഡിവിഡൻഡ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഏർണിങ്സ് ഓഫ് ദ ഫേം അല്ലേ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ ഏർണിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദ ഏർണിങ്സ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ. ഒരു കമ്പനിയുടെ ഏർണിങ്സ് കിട്ടുന്ന വരുമാനം സ്റ്റേബിൾ ആണെങ്കിൽ എ ഫേം ഈസ് ഏബിൾ ടു പ്രെഡിക്റ്റ് വാട്ട് ഇറ്റ്സ് ഫ്യൂച്ചർ ഏർണിങ്സ് അല്ലേ. അതായത് സ്റ്റേബിളായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടി, അതേ എമൗണ്ട് തന്നെ ഈ വർഷം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏർണിങ്സ് സ്റ്റേബിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഭാവിയിൽ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റും അല്ലേ. അടുത്ത വർഷം നമുക്ക് ഇപ്പോൾ ഏകദേശം എത്ര ഏർണിങ്സ് കിട്ടുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ലിബറൽ ആയിട്ടുള്ളൊരു ഡിവിഡൻഡ് പോളിസി നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിവിഡൻഡ് പോളിസിനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ഏർണിങ്സ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ ഫാക്ടർ ക്ലിയർ ആയോ? രണ്ട്, ലിക്വിഡിറ്റി ഓഫ് ഫണ്ടാണ്. ദ ലിക്വിഡിറ്റി പൊസിഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻവോൾവ്സ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. നമുക്കറിയാം ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് പോവാണ്. ഈവൻ ഇഫ് ദ ഏർണിങ്സ് ആർ ഗ്രേറ്റർ, എ കമ്പനി may not be able to pay cash dividend because of inadequate cash balance. അതായത് ഒരു കമ്പനിയുടെ വരുമാനം വളരെ കൂടുതലാണെങ്കിൽ, ഏർണിങ്സ് വളരെ ഹയർ ആണെങ്കിൽ ഒരു കമ്പനി ഒരിക്കലും എന്ത് ചെയ്യില്ല? ക്യാഷ് ആയിട്ട് ഒരുപാട് ഡിവിഡൻഡ് കൊടുക്കില്ല. അങ്ങനെ കൊടുത്താൽ ഇന്നാഡിക്വേറ്റ് ക്യാഷ് ബാലൻസ് ആവും. എന്താ? കമ്പനിയുടെ കയ്യിൽ ക്യാഷ് പൊസിഷൻ കുറയും. എ ഫാസ്റ്റ് ഗ്രോയിങ് ഫേം റിക്വയർസ് മോർ ഫണ്ട് ഇൻ നിയർ ഫ്യൂച്ചർ അല്ലേ. അത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ കുറേ ക്യാഷ് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ക്യാഷ് മുഴുവൻ നമ്മൾ ഡിവിഡൻഡ് കൊടുത്ത് തീർത്താൽ നമ്മുടെ കയ്യിൽ ക്യാഷ് പൊസിഷൻ ഉണ്ടാവില്ല, ക്യാഷ് ഉണ്ടാവില്ല. ദ ഗ്രേറ്റർ ദ ഫ്യൂച്ചർ നീഡ്സ് ഫോർ ഫണ്ട്, ദ മോർ ലൈക്ലി ദ ഫേം ടു റിട്ടേൺ ഏർണിങ്സ് റാദർ ദാൻ ടു പേ ദ എമൗണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നമുക്ക് ഒരുപാട് ഫണ്ട് ആവശ്യമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും ലിക്വിഡായിട്ട് ക്യാഷ് വെക്കണം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിവിഡൻഡ് ഒരുപാട് കൊടുക്കാൻ പാടില്ല. ക്ലിയർ ആയ രണ്ടാമത്തെ ഫാക്ടർ? ക്ലിയർ അല്ലേ? മൂന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്. Management should adopt that dividend policy which strike the balance between the shareholders' preference for a dividend and investment opportunities with the retained earnings. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കണം. അതായത് നിക്ഷേപ അവസരം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ഇഫ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇറ്റ് ഷുഡ് ഗീവ് പ്രിഫറൻസ് ടു റിട്ടൻഷൻ ഓഫ് ഏർണിങ്സ് ഓവർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയുള്ള ഒരു കമ്പനിയാണെങ്കിൽ, അതായത് ഒരുപാട് ആളുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നറിയോ? കമ്പനി ഏണിങ്സ് റിട്ടൻഷൻ ചെയ്യും. അതായത് അല്ലാതെ ഡിവിഡൻഡ് കൊടുക്കില്ല. ഡിവിഡൻഡ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഏണിങ്സ് കയ്യിൽ വയ്ക്കുന്നു. റീറ്റെയിൻ ചെയ്യുക. അതൊരു 10,000 രൂപ നമുക്ക് ഏണിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിവിഡൻഡ് കൊടുക്കുക ഉപയോഗിക്കില്ല, ബാക്കി കമ്പനി തന്നെ വെക്കാനായിരിക്കും നോക്കുകയെന്ന്. മനസ്സിലായോ? അതാണ് മൂന്നാമത്തെ ഫാക്ടർ. നാലാമത്തെ, ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് കൺട്രോൾ. This is an important variable in dividend policy. The management who wish to maintain close control over the firm. മാനേജ്മെൻറ്റ് എപ്പോഴും ഫേമിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ്. വിൽ നോട്ട് മച്ച് ഡിപ്പെൻഡ് ഓൺ ദ എക്സ്റ്റേണൽ സോഴ്സ്. ഒരിക്കലും എക്സ്റ്റേണൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത് ഒരു കമ്പനി ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട്. കമ്പനിയിൽ എപ്പോഴും നമ്മുടെ മാനേജ്മെൻറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് നാലാമത്തെ ഫാക്ടർ. 5, പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ്. ഇതൊരു എക്സിസ്റ്റിംഗ് ഫേം, അതായത് നിലവിലുള്ളൊരു സ്ഥാപനമാണെങ്കിൽ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിൽ ഹാവ് ടു കൺസിഡർ ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർസ് ഇൻ ദ പാസ്റ്റ് അല്ലേ. ഓൾറെഡി നമ്മൾ പഴയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? പാസ്റ്റിൽ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. ഇൻ എ ന്യൂ കൺസേൺ ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ബീങ് ഡിക്ലെയർസ് ബൈ റിവൽ കമ്പനീസ് വിൽ ഹാവ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അപ്പോൾ പുതിയ കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് ഈ പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? അതായത് മുൻപ് നമ്മൾ എങ്ങനെയാണ് ഈ കമ്പനി ഡിവിഡൻഡ് കൊടുത്തിരുന്നത്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്താൽ മതി? പുതിയ കമ്പനികൾക്ക് ഡിവിഡൻഡ് കൊടുത്താൽ മതി. അതാണ് പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റും. അതും നമ്മുടെ ഡിവിഡൻഡ് പോളിസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അടുത്ത, എബിലിറ്റി ടു ബോറോ. Well established and large companies have better access to the capital market than new and smaller companies. In times of need, they can arrange fund from external sources easily. Hence, the dividend rate will be higher for larger and older firms. അതായത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് നമുക്കറിയാം ബെറ്റർ ആക്സസ് ഉണ്ടാവും. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൽ നല്ലൊരു ബന്ധം ഉണ്ടാവും. ആ ബന്ധം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഫണ്ടുകളൊക്കെ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ബോറോ ചെയ്യാൻ, കടം മേടിക്കാനായിട്ട് പറ്റും. അതും ഡിവിഡൻഡ് പോളിസിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. അത് നീഡ് ടു റീപേ ഡെറ്റ്. A firm which has huge debt to repay is likely to retain more profit. It means the rate of dividend will be lower. കണ്ടോ?
അതായത് ഒരു കമ്പനിക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉള്ളൊരു കമ്പനിയാണെങ്കിൽ കിട്ടുന്ന ഏണിങ്സ് മുഴുവൻ ഡിവിഡൻഡ് കൊടുക്കാൻ ഉപയോഗിച്ചാൽ കടം വീട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ രീതിയിൽ അപ്പോൾ ഡിവിഡൻഡ് കുറവായിരിക്കും, ആ കമ്പനികൾക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ഡെറ്റിന് ഒരുപാടുണ്ട്, കടങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ കടങ്ങൾ തീർക്കാനായിരിക്കണം നമ്മൾ ആ പൈസ പ്രോഫിറ്റ് ഉപയോഗിക്കേണ്ടത്, ഡിവിഡൻഡ് കുറവായിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അതിൽ വരുന്നതാണ് ട്രേഡ് സൈക്കിൾ. ട്രേഡ് സൈക്കിൾ നിങ്ങൾക്കറിയാം, ഇൻഫ്ലേഷൻ ടൈമിൽ വരുന്നതാണ്. മറ്റേ ബൂം, റിസെഷൻ, ഡിപ്രഷൻ, റിക്കവറി അറിയാലോ. ട്രേഡ് സൈക്കിൾ ഓൾസോ എക്സസൈസ് ഇൻഫ്ലുവൻസ് അപ്പോൺ ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് പോളിസിനെ എഫക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് ട്രേഡ് സൈക്കിൾ. പക്ഷേ പുറത്തുള്ളതായതുകൊണ്ട് അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് കേട്ടോ. അടുത്തത് ലീഗൽ റിക്വയർമെൻറ്റ്, നിയമപരമായിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലേ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ എഫക്ട് ചെയ്യുന്ന ലീഗൽ റിക്വയർമെൻറ്റുകളും എന്താണ് ഡിവിഡൻഡിനെ എഫക്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. അടുത്ത ഒരു ഫാക്ടർ, മൂന്നാമത്തെ ഫാക്ടറാണ് കോർപ്പറേറ്റ് ടാക്സ്. നമുക്കറിയാം ടാക്സസ് എഫക്റ്റ് ഡിവിഡൻഡ് ബോത്ത് ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി. ടാക്സുകൾ, അതായത് നമ്മുടെ കമ്പനി അടയ്ക്കുന്ന ടാക്സ് നേരിട്ടോ അല്ലാതെയോ നമ്മുടെ ഡിവിഡൻഡ് പോളിസിനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. ടാക്സ് കൂടുതലാണെങ്കിൽ നമുക്കറിയാം എന്താണ്, ഷെയർ ഹോൾഡറിന് കിട്ടുന്ന വിഹിതം കുറയും അല്ലേ. അപ്പോൾ അതും നമ്മുടെ ഡിവിഡൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ജനറൽ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമിയിലുണ്ടാകുന്ന അൺസർട്ടനിറ്റി അല്ലേ, ഇതും ഡിവിഡൻഡ് പോളിസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലെ കണ്ടീഷൻസ്, ഗവൺമെൻറ് പോളിസി തന്നെയാണ് ഈ ലീഗൽ റിക്വയർമെൻറ്റ് പറയുന്നത് കേട്ടോ. ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഓരോ നയങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ കമ്പനിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഡിവിഡൻഡ് പോളിസിനെ എഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടറാണ്. അപ്പോൾ ഇതാണ് എസ് എ തിയറി ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി? ക്ലിയർ ആണോ എല്ലാവർക്കും? ഡിവിഡൻഡ് തിയറീസ് ആണ് നമുക്ക്. അതായത് ദ വാല്യൂ ഓഫ് ഫേം ക്യാൻ ബി മാക്സിമൈസ്ഡ് ഇഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ഈസ് മാക്സിമൈസ്. അതായത് നമുക്കറിയാം ഒരു സ്ഥാപനത്തിൻ്റെ വാല്യൂ അല്ലേ, മൂല്യം നമുക്ക് മാക്സിമൈസ് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫേമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവയെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ വാല്യൂ ഓഫ് ഫേമിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു 2 തരം തിയറീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് എന്താ, ഇറലവൻ്റ് തിയറി ഉണ്ട്, റെലവൻ്റ് തിയറി ഉണ്ട്. എന്തൊക്കെ തിയറീസ് ഉള്ളത്? ഇറലവൻ്റ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ മോഡി, ഗിലാനി ആൻഡ് മില്ലർ അപ്രോച്ച് എന്നാണ് പറയുക. അപ്രോച്ച് എന്ന് ഷോർട്ടാക്കി പറയും. അപ്പോൾ ഇറലവൻ്റ് തിയറി ആരുടെയാണെന്നറിയോ? മോദി, ഗിലാനി ആൻഡ് മില്ലർ. അക്കോർഡിംഗ് ടു ദം ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ. അദ്ദേഹം പറയുന്നത് പ്രകാരം ഒരിക്കലും നോ എഫക്റ്റ് ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസിനെ എന്ത് എഫക്റ്റ് ചെയ്യുന്നില്ല? വാല്യൂ ഓഫ് ഫേം എഫക്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? No effect on the market price of the share and value of firm and hence dividend policy is irrelevant. Clear അല്ലേ? അത് മാർക്കറ്റ് പ്രൈസും വാല്യൂ ഓഫ് ഫേമും തമ്മിലൊരു ബന്ധവും ഇല്ല എന്നാണ് ആര് പറയുന്നത്? മോഡി, ഗിലാനി പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിയറീനെ പറയുന്ന, അദ്ദേഹത്തിൻ്റെ ആ ഡിവിഡൻഡ് പോളിസിനെ പറയുന്ന പേരാണ് ഇറലവൻ്റ് തിയറി. ക്ലിയർ ആണോ? അപ്പോൾ മോഡി, ഗിലാനി ആൻഡ് മില്ലർ അപ്രോച്ച് അല്ലെങ്കിൽ അപ്രോച്ച് ഇറലവൻ്റ് തിയറിയാണ് പറയുന്നത്. എന്താണ് ഇറലവൻ്റ് തിയറി എന്ന് പറഞ്ഞാൽ? ദിസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് എ ഫേം ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ വാല്യൂ ഓഫ് ദ ഫേം ഓർ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. കണ്ടോ, ഈ ഡിവിഡൻഡ് പോളിസി നോ എഫക്റ്റ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഫേം, ഈ ഡിവിഡൻഡ് പോളിസി അപ്ലൈ ചെയ്തതുകൊണ്ട് ഒരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്യില്ല? എഫക്റ്റ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഷെയർ ഹോൾഡറിൻ്റെ വെൽത്തിനെയും എഫക്റ്റ് ചെയ്യില്ല എന്നാണ് നമ്മുടെ മോഡി, ഗിലാനി ആൻഡ് മില്ലർ പറയുന്നത്. മോഡി, ഗിലാനി ആൻഡ് മില്ലർ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ കമ്പനി പേസ് ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇറ്റ് ഷെയർ ഇൻക്രീസസ്. കണ്ടോ, ഡിവിഡൻഡ്, ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ കൂടുക എന്ന് പറയണമെന്ന് മനസ്സിലായില്ലേ? മാർക്കറ്റ് വാല്യൂ കൂടുതൽ, ഒരിക്കലും അത് കുറയാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് നമ്മുടെ മോഡി, ഗിലാനി പറയുന്നത്. നമുക്ക് നോക്കാം, അദ്ദേഹത്തിൻ്റെ പ്രോബ്ലത്തിൽ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ അസംഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. തിയറിയിലെ അസംഷൻസ്: ഒന്ന്, ദർ ആർ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. അവിടെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് റേഷണൽ, ഇൻവെസ്റ്റേഴ്സ് റേഷണലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളായിരിക്കണം. ദർ ഈസ് ഐദർ നോ ടാക്സസ് ഓർ ദർ ആർ നോ ഡിഫറൻസ് ഇൻ ദ ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ടാക്സ് റേറ്റുകളിൽ ഡിഫറൻസ് ഉണ്ടാവാതിരിക്കുകയോ ചെയ്യണം. നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫേം ഹാസ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. നോ ഇൻവെസ്റ്റർ ഈസ് ലാർജ് എനഫ് ടു എഫക്ട്. ഇത് പഠിക്കട്ടെ, അസംഷൻസ് പഠിക്കണേ. മോഡി, ഗിലാനിയൻ അപ്രോച്ചിൽ നമുക്കൊന്ന് പ്രൂഫ് നോക്കിയാലോ, നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കിയാലോ ഒരു പ്രോബ്ലം വെച്ച്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. ആദ്യം ശരിക്കും വാല്യൂ ഓഫ് ദ ഫേം കാണാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്: n+m × P1. എന്താണ് വാല്യൂ ഓഫ് ദ ഫേം കാണാനുള്ള ഇക്വേഷൻ? യെസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണമെന്ന് അറിയോ? n, m, P1 കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ P1 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. P1 കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? P0 × 1 + KE - D1. എന്താണ് P1 കാണാനുള്ള ഇക്വേഷൻ?
P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1. അതിൽ P0 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. ബിഗിനിങ്ങിൽ നമ്മുടെ ഷെയർ ഇല്ലേ, ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസാണ് P0. ഇനി 1 എന്ന് പറഞ്ഞാൽ നോർമലി നമുക്കറിയാം 1 ആണ്. KE എന്താ KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. D1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ്. ക്ലിയർ ആണോ? അപ്പോൾ P1 കാണാൻ എല്ലാവർക്കും ക്ലിയർ ആയോ? P1 കാണാൻ ഇക്വേഷൻ എന്താ? P0 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്, 1 പ്ലസ് KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, D1 പറഞ്ഞാൽ ഡിവിഡൻഡ്. അപ്പോൾ P1 നമുക്ക് കിട്ടി. ഇനി നമുക്ക് N നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. M കണ്ടുപിടിക്കണം. M എങ്ങനെ കാണാം? M കാണുന്ന ഇക്വേഷൻ പറഞ്ഞേ I മൈനസ് E മൈനസ് ND1 ബൈ P1. ക്ലിയർ ആണോ? അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് കേട്ടോ. M ആണ് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത്. M കാണുന്ന ഇക്വേഷൻ എന്താ? I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, E എന്ന് പറഞ്ഞാൽ ഏർണിങ്സ്, N ഓൾറെഡി അറിയാം നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ബിഗിനിങ്ങിൽ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, ഇത് എക്സിസ്റ്റിംഗ് ഷെയർ. D1 നമുക്കറിയാം ഡിവിഡൻ്റ് ആണ്. P1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്ന ആൻസർ കേട്ടോ. അതായത് P1 നമ്മൾ ആദ്യം കണ്ടുപിടിക്കില്ലേ, അതാണ് P1. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ഓക്കെ യെസ്. M പറഞ്ഞത് മനസ്സിലായില്ലേ ഇക്വേഷൻ? M കാണാൻ I മൈനസ് E മൈനസ് ND1 ബൈ P1. I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, E എന്ന് പറഞ്ഞാൽ ഏണിങ്സ്, N നമ്പർ ഓഫ് ഷെയർസ്, അതായത് നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയറിനെയാണ് N എന്ന് പറയുക. D1 ഡിവിഡൻറ്റ്, P1 നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, പ്രോബ്ലം ചെയ്യാം. ഓക്കെ, കൈരളി ഫിനാൻസ് ലിമിറ്റഡ് ഹാസ് 15,000 ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ഡേറ്റ്. കൈരളി ലിമിറ്റഡിൻ്റെ കയ്യിൽ ഓപ്പണിംഗ് ഡേറ്റിൽ ഒരു 15,000 എന്തുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് ഷെയറുകളുണ്ട്. അത് നമുക്ക് N ആണ്. N എന്ന് പറയുന്നത് അർത്ഥം നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് അല്ലേ, നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ, അതാണ് N. അപ്പോൾ നമുക്ക് N എത്ര എഴുതാം? 15,000. ക്ലിയർ ആണോ? നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഓരോ ലെറ്റേഴ്സ് എടുത്ത് എഴുതാം കേട്ടോ. ഓക്കെ, കറൻ്റ്ലി ദ ഷെയർസ് ഓഫ് ദ കമ്പനീസ് ബീങ് ട്രേഡഡ് അറ്റ് എ പ്രൈസ് ഓഫ് 125 പെർ ഷെയർ. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഷെയർ ട്രേഡ് ചെയ്യുന്നത് ഒരു ഷെയറിന് 125 രൂപ നിരക്കിലാണ്. ദാറ്റ് ഈസ് P0. P0 എന്ന് പറഞ്ഞാൽ എന്താ സാധനം? മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. ക്ലിയർ അല്ലേ? മാർക്കറ്റ് പ്രൈസ്. ഇപ്പോൾ കമ്പനി ട്രേഡ് ചെയ്യുന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ ഈ ഷെയർ ട്രേഡ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ് മാർക്കറ്റിൽ? 125 രൂപയ്ക്ക്. അപ്പോൾ P0 എത്രയാ? It is expected that the firm would pay dividend 5 രൂപ. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഏതാ ലെറ്റർ? ഡിവിഡൻഡ് D. അപ്പോൾ D1 നമുക്ക് 5 കിട്ടി. ദ ഫേം ഹാസ് പ്രൊജക്റ്റ് ഇൻ ഹാൻഡ് റിക്വയർഡ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് I കിട്ടിയിട്ടുണ്ട്. എത്രയാ? 5 ലക്ഷം. ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് അല്ലേ? ഇക്വിറ്റി അതല്ലേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്ര ശതമാനം? KE 12%. ആൻഡ് എ ഫേം എക്സ്പെക്റ്റഡ് ടു ഹാവ് നെറ്റ് പ്രോഫിറ്റ് തന്നേക്കണം, ഏണിങ്സ് അല്ലേ? ഏണിങ്സ് പറയുന്നത് എന്താ? E 250,000 അറ്റ് എൻഡ് ഓഫ് ദി ഇയർ. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്ത ഓരോ ലെറ്റേഴ്സും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? P1 എങ്ങനെ കാണാം? P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1 അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് കാണണം? P1 കാണണം. P1 കാണാനായിട്ട് P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1. P0 എത്രയാണ് ക്വസ്റ്റ്യനിൽ? ഇൻറ്റു 1 പ്ലസ് KE 12%. അപ്പോൾ 12/100 എന്ന് പറയുമ്പോൾ 0.12 അല്ലേ? അപ്പോൾ 1 പ്ലസ് 0.12 1.12 മൈനസ് D1 എത്രയാ? 5. അപ്പോൾ 125 ഇൻറ്റു 1.12 ചെയ്തിട്ട് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് 135 കിട്ടും. ദാറ്റ് ഈസ് P1. ക്ലിയർ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ കണ്ടുപിടിക്കണ്ടേ? M എങ്ങനെ കാണാം? I മൈനസ് ബൈ P1. എസ്. അപ്പോൾ I എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് 5 lakh ആണ്. മൈനസ് ബ്രാക്കറ്റിൽ ഈ ഏർണിങ്സ് ആണ്, ഏർണിങ്സ് 250,000 മൈനസ് N നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15,000 ഇൻറ്റു ഡിവിഡൻറ്റ് 5 ബൈ P1. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ P1 നമുക്ക് 135 അല്ലേ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആൻസർ ഫൈനൽ ആൻസർ 2407.4 കിട്ടും. ക്ലിയർ ആയോ എല്ലാവർക്കും? M കണ്ടെത്തിയത്. ഇനി മൂന്നാം സ്റ്റെപ്പിലാണ് വാല്യൂ ഓഫ് ദ ഫേം കാണേണ്ടത്. വാല്യൂ ഓഫ് ദ ഫേം കാണുന്ന ഇക്വേഷൻ എന്താ?
അതിൽ എമ്മും P1 കണ്ടുപിടിച്ചു. ഇനി N പറഞ്ഞ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. നമുക്ക് വാല്യൂ ഓഫ് ദ ഫേം കാണാം. എങ്ങനെയാണ് N + M × P1. N എന്ന് പറഞ്ഞാൽ 15,000, M നമുക്ക് ഇപ്പോൾ കിട്ടി 2407.4 ഇൻറ്റു P1 135. അപ്പോൾ നമുക്ക് 23,50,000 കിട്ടും. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് ദ ഫേം. ക്ലിയർ ആണോ? യെസ്. ഇനി MM അപ്രോച്ച് പ്രകാരം നമുക്ക് എന്താ തെളിയിക്കണ്ടേ? ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ട് ഒരിക്കലും വാല്യൂ ഓഫ് ദ ഫേമിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല എന്ന് തെളിയിക്കണം അല്ലേ? ഇപ്പോൾ നമ്മളിവിടെ ഡിവിഡൻഡ് കൊടുത്തിട്ടല്ലേ ചെയ്ത്, 5 രൂപ ഡിവിഡൻഡ് കൊടുത്ത സ്ഥിതിക്ക് നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം നമുക്ക് എത്ര കിട്ടി? 23,50,000. ഓക്കെ അല്ലേ? ഇനി ഈ സെയിം പ്രോബ്ലം നമ്മൾ D1 ഇല്ലേ, അത് 5 എന്നുള്ളത് എന്തിട്ട് കൊടുക്കുക? 0 കൊടുക്കുക. ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയായിരിക്കും വാല്യൂ ഓഫ് ദ ഫേം? നമുക്ക് നോക്കാം. റെഡിയാണോ? ബാക്കിയുള്ളതിലൊന്നും മാറ്റില്ല. D1 എന്തിട്ട് കൊടുക്കുക? ഡിവിഡൻഡ് എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ വാല്യൂ ഓഫ് ഫേം വെൻ ഡിവിഡൻഡ് ആർ നോട്ട് പെയ്ഡ്. അപ്പോൾ നമുക്ക് P0 ഇൻറ്റു ആദ്യം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. 1 + KE - D1. D1 അവിടെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് 140 എന്നാണ് P1 കിട്ടുക. ക്ലിയർ ആണോ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് കാണണം? M കാണണം. അപ്പോൾ എമ്മിൽ അവിടെ I - E - ND1/P1. അവിടെ D1 അവിടെ എന്ത് കൊടുക്കണം? ഡിവിഡൻഡിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് 1785.71 കിട്ടും. ഈ വാല്യൂ ഓഫ് ദ ഫേം കാണാം. വാല്യൂ ഓഫ് ദ ഫേം കാണാൻ ഇക്വേഷൻ N + M × P1. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് തന്നെ കിട്ടണേ? 23,50,000. നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ നമുക്ക് കിട്ടും. 23,50,000. ക്ലിയർ? അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും വാല്യൂ ഓഫ് ദ ഫേമിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇല്ല. ദസ് വെദർ ഡിവിഡൻഡ് ആർ പെയ്ഡ് ഓർ നോട്ട്, ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ടോ ഇല്ലെങ്കിലോ വാല്യൂ ഓഫ് ദ ഫേം റിമെയിൻ സെയിം. കണ്ടോ? വാല്യൂ ഓഫ് ദ ഫേം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ MM പറഞ്ഞത് കറക്റ്റ് അല്ലേ? മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് കറക്റ്റ് അല്ലേ? ഇറലവൻറ്റ് തിയറി. അതായത് ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ ഒരിക്കലും എന്തിനെ എഫക്റ്റ് ചെയ്യില്ല? വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യില്ല. ക്ലിയർ? അടുത്താണ് റെലവൻറ്റ് തിയറി. അപ്പോൾ റെലവൻറ്റ് തിയറി ആകെ ഒരാളുടെ മാത്രമേ ഉള്ളൂ. റെലവൻറ്റ് തിയറി നമുക്ക് 2 പേരുടെ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഒന്ന് ഗോർഡൻസും അതുപോലെ തന്നെ വാൾട്ടേഴ്സും. ആരൊക്കെയാണ്? വാൾട്ടർ ഡിവിഡൻഡ് ഇവിടെ ഇല്ലേ? അലക്സ് ഇല്ലേ ഇവിടെ? അലക്സേ, മനസ്സിലാവുന്നുണ്ട് അതൊക്കെ? അടുത്തതാണ് വാൾട്ടേഴ്സ് ഡിവിഡൻഡ്. അലക്സ് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയി. അലക്സ് അറിഞ്ഞോ? നീ അറിഞ്ഞാ? അറിഞ്ഞില്ലല്ലേ? ഈ റെക്കോർഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ റെക്കോർഡ് വീഡിയോ പബ്ലിക് ആക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് ഈ അലക്സ് ഇടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ. അതിന് കമൻ്റ് എടുത്ത് നോക്കിയേക്ക്. ഓക്കെ. വാൾട്ടേഴ്സ് ഡിവിഡൻഡ് തിയറി കേട്ടോ. വാൾട്ടേഴ്സ് ഡിവിഡൻഡ് മോഡലിൽ നമുക്ക് ആരാണ് ഡെവലപ്പ് ചെയ്തത്? വാൾട്ടറാണ്. ഇൻ ദിസ് തിയറി വാൾട്ടർ ആർഗ്യൂസ് ദാറ്റ് ഡിവിഡൻഡ് ഡിസിഷൻ ഓഫ് എ ഫേം ഈസ് റെലവൻറ്റ്. അതായത് ഡിവിഡൻഡ് ഡിസിഷനുള്ള നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് നമ്മുടെ ആര് പറയുന്നത്? വാൾട്ടർ പറയുന്നത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. റെഡിയാണോ എല്ലാവരും? മക്കളെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. വാൾട്ടേഴ്സ് മോഡലിലെ ഒരു അസംഷൻ നമുക്ക് പറയാം. ആദ്യം ദ ഫേം ഡസ് നോട്ട് യൂസ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്. ഒരു ഫേം ഒരിക്കലും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ഉപയോഗിക്കുന്നില്ല. IRR ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഏർണിങ്സ് ആൻഡ് ഡിവിഡൻഡ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫേം ഹാസ് എ വെരി ലോങ് ലൈഫ്. ഓൾ ഏർണിങ്സ് ആർ ഐദർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിഡൻഡ്. ഓക്കെ, എല്ലാ ഏർണിങ്സും ഒന്നില്ലെങ്കിൽ നമ്മൾ ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ. മാത്തമാറ്റിക്കൽ ഫോർമുല ഇതാണ്. D + R/KE × E - D/KE. എന്താണ് ഇക്വേഷൻ? D + R/KE × E - D/KE. ഓക്കെ അല്ലേ? D എന്ന് പറഞ്ഞാൽ ഡിവിഡൻ്റ് ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? R എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. KE നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. വീണ്ടും E ഏർണിങ്സ്, D ഡിവിഡൻഡ്, KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എ ഫേം. ക്യാപിറ്റലൈസേഷൻ റേറ്റ് 10%, ദാറ്റ് ഈസ് KE. KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് KE ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ ആണോ? ഏണിങ്സ് E തന്നിട്ടുണ്ട് 12 രൂപ. റേറ്റ് ഓഫ് റിട്ടേൺ 6 തന്നിട്ടുണ്ട് 16%, 8%, 10%. ഷോ ദ എഫക്റ്റ് ഓഫ് ഡിവിഡൻഡ് പോളിസി ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ യൂസിങ് വാൾട്ടേഴ്സ് മോഡൽ. അതിൽ ഡിവിഡൻഡ് കൊടുക്കേണ്ട റേഷ്യോസ് പറയുന്നുണ്ട്. 0% വെച്ച് ചെയ്യണം, 50%, 75%, 100%. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എഴുതി നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം.
ഡിവിഡൻഡ് റേറ്റ് ഈ 0%, ഡിവിഡൻഡ് 0 കൊടുക്കുകയാണെങ്കിലും റേറ്റ് ഓഫ് റിട്ടേൺ 16% വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, റെഡിയാണോ എല്ലാവരും? ഓക്കെ, അപ്പോൾ ഡിവിഡൻറ്റിനകത്ത് ഡിവിഡൻഡ് ആദ്യം നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? ഡിവിഡൻഡ് ആദ്യം എത്രയാണ് കൊടുക്കുന്നത്? 0 അല്ലേ? നമ്മൾ ആദ്യം 0 ചെയ്യാം. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയാണ്? പറയ് 0. അപ്പോൾ ഡിയുടെ അവിടെ എന്ത് കൊടുക്കാം? 0 പ്ലസ് 6 റേറ്റ് ഓഫ് റിട്ടേൺ. ആദ്യത്തെ റേറ്റ് ഓഫ് റിട്ടേൺ 16% അല്ലേ? അപ്പോൾ 0.16 ബൈ കെ ഇ എത്രയാണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാ? അപ്പോൾ 0.10 ഇൻറ്റു ഇ മൈനസ് ഡി. ഇ എത്രയാണ്? ഇ ഏണിങ്സ് 12 ആണ്. ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിവിഡൻ്റ് ആണ്. അപ്പോൾ 12 മൈനസ് 0, ഡിവിഡൻറ്റ് 0 അല്ലേ കൊടുത്തേക്കണേ, ബൈ കെ ഇ 0.10. ആൻസർ 192 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ 16% റേറ്റ് ഓഫ് റിട്ടേണും ഡിവിഡൻറ്റ് 0 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 192 കിട്ടി. ക്ലിയർ ആണോ? ഇനി സെയിം തന്നെ റേറ്റ് ഈ 0%-ൽ എന്ത് കാണണം? റേറ്റ് ഓഫ് റിട്ടേൺ 8% വെച്ച് ചെയ്യുക. കണ്ടോ 0% ഡിവിഡൻറ്റ് കൊടുക്കുന്നു, റേറ്റ് ഓഫ് റിട്ടേൺ എത്ര ശതമാനം? 8%. അപ്പോൾ ശതമാനത്തിൻ്റെ അവിടെ മാത്രം മാറ്റിയാൽ മതി. 6ൻ്റെ അവിടെ മാത്രം നിങ്ങൾ 0.08, 8% എന്ന് പറയുന്നത് 8/100 അല്ലേ? അപ്പോൾ 0.08 വെച്ച് ചെയ്യുക. അപ്പോൾ ആൻസർ 96 എന്ന് കിട്ടും. അടുത്ത റേറ്റ് ഓഫ് റിട്ടേൺ 10 വെച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് 120 എന്ന് കിട്ടി. അപ്പോൾ എല്ലാവർക്കും 0%-ൽ ഡിവിഡൻറ്റ് കൊടുക്കുമ്പോൾ ഉള്ള ഇത് കിട്ടിയത് മനസ്സിലായോ? ഇനി ഡിവിഡൻറ്റ് 0 പകരം എന്ത് കൊടുക്കുക? അടുത്ത എത്രയാ? 50%. 50% വെച്ച് 16 ചെയ്യുക, 8 ചെയ്യുക, 10 ചെയ്യുക. കണ്ടോ 16%, 8%, 10% ചെയ്തപ്പോൾ 156, 108, 120. അവിടെ ഡിവിഡൻറ്റ് കൊടുക്കേണ്ടത് എത്ര ശതമാനം? 50. അപ്പോൾ 0.50 വേണം ഡിവിഡൻറ്റ് അവിടെ കൊടുക്കാൻ കേട്ടോ. ക്ലിയർ ആണോ എല്ലാവർക്കും? 0.50 അല്ല, 50% എന്നല്ലേ പറയുന്നത് ഡിവിഡൻറ്റ്. മൊത്തം എത്രയാണ് നമുക്ക് ഏണിങ്സ് പെർ ഷെയർ? 12 രൂപയല്ലേ? അപ്പോൾ 12 × 50/100 6 ഇട്ട് കൊടുക്കണം ഡിവിഡൻറ്റ് കേട്ടോ. ക്ലിയർ ആയോ? ഏണിങ്സ് 12 രൂപയാണല്ലോ. ആ ഏണിങ്സിൽ 50% ഡിവിഡൻറ്റ് കൊടുക്കുന്നു, ബാക്കി നമ്മുടെ കയ്യിൽ തന്നെ വെക്കുന്നു. അപ്പോൾ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ലാഭമാണ്, പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റിൽ നിന്നും 50% ഡിവിഡൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ 12 × 50/100 6 രൂപ. അപ്പോൾ ഡിവിഡൻറ്റ് അവിടെ 6 കൊടുക്കുക. പിന്നെ എല്ലാം മറ്റേ പെർസെൻറ്റേജ് മാറ്റിയിട്ട് കൊടുക്കുക. 16%, 8%, 10% ചെയ്തപ്പോൾ 156, 108, 120. ഓക്കെ, അടുത്തത് 75%. അപ്പോൾ എത്ര രൂപയുടെ 75% കാണണം? എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ്? 12ൻ്റെ 70%, 12 × 75/100 9 രൂപ കിട്ടേണ്ട ഡിവിഡൻറ്റ്. അപ്പോൾ ഡിയുടെ അവിടെ 9 കൊടുക്കുക കേട്ടോ. ക്ലിയർ ആയോ? അടുത്തത് ഡിവിഡൻറ്റ് എത്ര ശതമാനം? 100%. അതായത് 12 രൂപ നമ്മൾ മൊത്തമായിട്ട് കൊടുത്തു ഡിവിഡൻ്റായിട്ട്. അങ്ങനെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പി കിട്ടും. അപ്പോൾ ഇവിടെ പി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ സാധനം? പി എന്ന് പറയുന്ന സാധനം മാർക്കറ്റ് പ്രൈസാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരണം. അതായത് ആർ ഗ്രേറ്റർ ദാൻ കെ ഇ ദ ഫേം ഷുഡ് റീറ്റെയിൻ ദ പ്രോഫിറ്റ്. അതായത് കെ ഇനേക്കാൾ കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ വന്നാൽ 6 വന്നിട്ടുണ്ടെങ്കിൽ ഫേം എന്ത് ചെയ്യുന്നു പറഞ്ഞേക്കണേ? പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യും. അതായത് പ്രോഫിറ്റ് കമ്പനി തന്നെ വെക്കും, അധികം ഡിവിഡൻറ്റ് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി 6 ലെസ് ദാൻ കെ ഇ ആണെങ്കിലോ? റേറ്റ് ഓഫ് റിട്ടേണിനേക്കാൾ കുറവാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്കിലോ? ഫേം എന്ത് ചെയ്യും? കയ്യിൽ വെക്കുമോ പ്രോഫിറ്റ് ഡിവിഡൻറ്റ് കൊടുക്കാതെ? ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി R = കെ ഇ ആണെങ്കിലോ? നോ എഫക്റ്റ് ഓൺ ദ മാർക്കറ്റ് പ്രൈസ് അല്ലേ? അതായത് ഡിവിഡൻറ്റ് പേ ഔട്ട്, അതായത് ഒരിക്കലും അത് മാർക്കറ്റ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യാതെ 3 സെയിം അല്ലേ കിട്ടണേ? 120, 120, 120 കിട്ടണേ. അപ്പോൾ ഒരിക്കലും മാർക്കറ്റ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു കൺക്ലൂഷനിലോട്ട് നിങ്ങൾ എത്തിച്ചേരണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതൊരു പ്രോബ്ലം ഒരു ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അടുത്തതാണ് നമ്മുടെ ലാസ്റ്റ് മോഡൽ. ആരുടെയാണ്? ഗോർഡൻസ് മോഡൽ. ഗോർഡനും ഇത് തന്നെയാണ് പറയുന്നത്. ഗോർഡനും പറയുന്നത് ഡിവിഡൻറ്റും അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേമും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അസംഷൻ നോക്കുക. ഫേം ഈസ് ആൻ ഓൾ ഇക്വിറ്റി ഫേം ആണ്. റിട്ടേൺ ഏർണിങ്സ് ആർ ദ ഓൺലി സോഴ്സ് ഓഫ് ഫിനാൻസിങ്. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദ ഫേംസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ജസ്റ്റ് ആ അസംഷൻസ് എല്ലാവരും പഠിക്കണേ. ഇവിടുത്തെ ഫോർമുല E × 1 - B ബൈ KE - BR ആണ്. അതിൽ E എന്ന് പറഞ്ഞ് P0 എന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. ഈ ഏർണിങ്സ്. B എന്ന് പറഞ്ഞാൽ റിട്ടൻഷൻ റേഷ്യോ. എന്ത് റിട്ടൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ അറിയാമോ ആർക്കെങ്കിലും? അറിഞ്ഞൂടാ?
അറിഞ്ഞുകൂടാ? ബി അറിയില്ല ആർക്കും? റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ കിട്ടിയ ഏണിങ്സിൻ്റെ 25% പേ ഔട്ട് റേഷ്യോ ആണെങ്കിൽ, ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ 20% ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി എത്രയുണ്ട് കമ്പനിയിൽ? എത്രയുണ്ട് പറയും? 25% പേ ഔട്ട് റേഷ്യോ എങ്കിൽ, ഡിവിഡൻഡ് കൊടുക്കുന്ന ലാഭത്തിൻ്റെ 20% ആണെങ്കിൽ, ഏണിങ്സിൻ്റെ 20% ആണെങ്കിൽ ബാക്കി എത്രയുണ്ട് മക്കളെ? 75. അതാണ് റീറ്റെയിൻ ചെയ്യുക, കമ്പനി തന്നെ റീറ്റെയിൻ ചെയ്യുക. ക്ലിയർ ആണോ? അതാണ് റിട്ടൻഷൻ റേഷ്യോ. ബി കെ എന്ന് പറഞ്ഞാൽ അറിയാം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ബി ആർ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എ ലിമിറ്റഡ്. ഏണിങ്സ് ഈ തന്നിട്ടുണ്ട്. എത്രയാ ഏണിങ്സ്? 10 രൂപ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഇസ് കെ തന്നിട്ടുണ്ട് 0.10. 10% പറഞ്ഞാൽ 0.10. ഫൈൻഡ് ഔട്ട് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ അണ്ടർ ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. നേരത്തെ ചെയ്തപ്പോൾ തന്നെ 6-8%, 10%, 15%. 6 നമുക്ക് ഡിഫറെൻറ്റ് റേറ്റിൽ തന്നിട്ടുണ്ട്. അതുപോലെ പേ ഔട്ട് റേഷ്യോ 40%, 80%, 100%. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ അറിയാലോ. ഇ ഇൻറ്റു 1 മൈനസ് ബി മൈ കെ ഇ മൈനസ് ബി. നമുക്ക് ആദ്യം 40% ചെയ്യാം. പേ ഔട്ട് റേഷ്യോ 40% ചെയ്യാം. ഈ എത്ര ഏണിങ്സ് എത്രയാണ് ക്വസ്റ്റ്യനിൽ? ഏണിങ്സ് എത്രയാ? 10 രൂപ അല്ലേ? 10. അപ്പോൾ ഈയുടെ അവിടെ 10 എന്നിട്ട് കൊടുക്കുക. 1 മൈനസ് ബി. 40% പേ ഔട്ട് റേഷ്യോ ആണെങ്കിൽ റിട്ടൻഷൻ റേഷ്യോ എത്രയായിരിക്കും? 40% ഡിവിഡൻഡ് കൊടുത്താൽ ബാക്കി എത്ര ശതമാനം ഉണ്ട് കമ്പനിയിൽ? 60%. അപ്പോൾ ബി നമുക്ക് 0.6. 60% 0.6. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്കറിയാം തന്നിട്ടുണ്ട്. എത്രയാ? 10%. അപ്പോൾ 0.10 മൈനസ് ബി ആർ കാണണമെങ്കിൽ എന്ത് ചെയ്യുന്നത്? റിട്ടൻഷൻ റേഷ്യോ ഇൻറ്റു ആറ് റേറ്റ് ഓഫ് റിട്ടേൺ. റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാ? 8%. അപ്പോൾ 0.6 ഇൻറ്റു 0.08. അടുത്ത റേറ്റ് ഓഫ് റിട്ടേൺ 10% വെച്ച് ചെയ്യുക, 15% വെച്ച് ചെയ്യുക കേട്ടോ. ബാക്കിയൊന്നും മാറ്റില്ല. അപ്പോൾ നമുക്ക് 77, 100, 400 എന്ന് കിട്ടും. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഫസ്റ്റ് കേസ്. അടുത്തത് പേ ഔട്ട് റേഷ്യോ എത്രയാ? 40%-ന് പകരം എത്രയാണ് അടുത്ത പേ ഔട്ട് റേഷ്യോ? എത്രയാ? 80%. അപ്പോൾ 80% വയ്ക്കുമ്പോൾ റിട്ടൻഷൻ റേഷ്യോ എത്രയായിരിക്കും? 20%. 80% ഡിവിഡൻഡ് കൊടുത്താൽ ബാക്കി 20% ആയിരിക്കും റീറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബി എന്ന് പറയുന്നിടത്ത് 20% 0.2 കൊടുക്കുക. ഇതും ഇതേപോലെ തന്നെ വെച്ച് 8%, 10%, 15% വെച്ച് ചെയ്യുമ്പോൾ 95, 100, 114 കിട്ടും. അടുത്ത 100% പേ ഔട്ട് റേഷ്യോ. അപ്പോൾ റിട്ടൻഷൻ റേഷ്യോ ഉണ്ടാവുമോ? 100% ഡിവിഡൻഡ് കൊടുത്തു. അപ്പോൾ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് 100, 100, 100 കിട്ടും. അപ്പോൾ കൺക്ലൂഷനിൽ എത്തിച്ചേരാം. ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഇ. ആർ എന്ന് പറഞ്ഞാൽ കെ ഇനേക്കാൾ കൂടുതലാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്താവും? മാർക്കറ്റ് പ്രൈസ് എന്താവും? കൂടും. മനസ്സിലായോ? ഡിവിഡൻഡ് റേഷ്യോ കുറയുകയും മാർക്കറ്റ് പ്രൈസ് കൂടുകയും ചെയ്യും. ഇനി ആറ് കെ ഇനേക്കാൾ കുറവാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കൂടുകയും ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കൂടുകയും ചെയ്യും. രണ്ടും കൂടും. ഇനി ആർ ഈസിക്കൽ ടു കെ ഇ ആണെങ്കിലോ മാർക്കറ്റ് പ്രൈസിന് മാറ്റമൊന്നുമില്ല, മൂന്നും സെയിം ആയിട്ട് തന്നെ കിട്ടും. ക്ലിയർ ആയോ? കൺക്ലൂഷൻ എഴുതണം കേട്ടോ. അതായത് റേറ്റ് ആറ് കെ ഇനേക്കാൾ കൂടുതലാണെങ്കിൽ മാർക്കറ്റ് പ്രൈസും കൂടും, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കുറയും. ആറ് കെ ഇനേക്കാൾ കുറവാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കൂടും, പക്ഷേ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അതും കൂടും. മനസ്സിലായോ? മറ്റടുത്ത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാണ് ചെയ്യുക. ഇവിടെ രണ്ടും കൂടും. ഇനി രണ്ടും തുല്യമാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിന് മാറ്റം ഉണ്ടാവില്ല. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ.